മുരളി നല്ലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപാമോൾ എഴുതിയ ചെറുകഥ പ്രിയ നിന്നോർമ്മകളിൽ. ഇല്ല നിലേഷ്, ഇനിയും നിനക്കായി കാത്തിരിക്കുക എന്നാൽ ഞാൻ ഇല്ലാതാവുന്നതിന് തുല്യമാണ്. എൻ്റെ നീ അത് മനസ്സിലാക്കുന്നില്ല. പ്രിയയുടെ ഏങ്ങിക്കരച്ചിൽ കാതുകളിൽ അലയടിക്കുന്നു. ഡൽഹിയുടെ കുളിർമയുള്ള പ്രഭാതങ്ങളിലൊന്നിൽ മൂടൽ മഞ്ഞ്, അത് പുകമഞ്ഞ് പുതച്ച രാജവീതിയുടെ എല്ലാ പ്രൗഢിയും എടുത്തു കാണിക്കുന്ന റെഡ് ഫോർട്ട്. അതിന് വലതുവശത്ത് കൂടിയുള്ള ഇടുങ്ങിയ തെരുവിൻ്റെ സമീപം നിരനിരയായ കടകൾ, ജിലേബിയും ഹൽവയും നീത്തിലടിവും പല നിറങ്ങളിൽ പൂണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ വഴിയുടെ ഒടുവിലായി കാലാഗജ് എന്ന കുപ്രസിദ്ധമായ ഗുണ്ടകളുടെ താവളം. ഒരു ഫോഴ്സിനും കടന്നു വരാൻ പറ്റാത്തത്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രിയ പറഞ്ഞുള്ള അറിവാണ് നീലേഷിന്. സഹോദരിയുടെ നാട്ടിൽ നിന്നുള്ള എളുപ്പ വഴിയിൽ കൂടി നാട് കാണാൻ ഇറങ്ങിയപ്പോഴാണ് ഈ തെരുവും അവിടുത്തെ മനുഷ്യനെയും പരിചയപ്പെടുന്നത്. പല നിറങ്ങളിലുള്ള പൂക്കളെ പോലെ വിവിധ നിറങ്ങളിലുള്ള മധുര പലഹാരങ്ങളുടെ ഇടയിൽ മറ്റൊരു വർണ്ണമായി അവൾ. ആ പൂ വിൽപ്പന നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കാതിരിക്കാൻ നീലേഷിനായില്ല. ആദ്യ കാഴ്ചയിൽ തന്നെ നീലേഷിന്റെ മനം കവർന്ന ആ സുന്ദരി, ഒരു പഞ്ചാബി സ്റ്റൈൽ വിളിഞ്ഞ ഗോതമ്പ് നിറം, നീണ്ടു വടിവാർന്ന ആ മൂക്കിൻ തുമ്പിൽ പറ്റിയിരിക്കുന്ന വീർപ്പ് തുള്ളികൾക്കും അവളെ പോലെ ഭംഗിയുണ്ട്. പ്രണയത്തിന് പ്രത്യേകിച്ച് കാരണം വേണ്ടല്ലോ. അതെല്ലാം വെറുതെ തോന്നുന്നതുമല്ല. ഈ കുറഞ്ഞ സമയം കൊണ്ട് പലപ്പോഴായി ഡൽഹിയുടെ ആകർഷണങ്ങളിൽ പലതും പ്രിയ തനിക്ക് കാണിച്ചു തന്നു. താൻ ഇവിടെ വന്നിട്ട് 5-6 മാസമേ ആകുന്നുള്ളൂ. ജേർണലിസം തൻ്റെ ഇഷ്ടവിഷയമായി എടുത്തപ്പോൾ തന്നെ ലക്ഷ്യം ഡൽഹിയായിരുന്നു. ചേച്ചിയുടെ കുടുംബം ഉണ്ടെന്ന വിശ്വാസത്തിലാണ് വണ്ടി കയറിയത്. നാട്ടിൽ കിട്ടിയ ജോലി ഉപേക്ഷിച്ചപ്പോൾ മനസ്സിൽ നിറയെ ഡൽഹിയായിരുന്നു. എത്ര സ്വപ്നം കണ്ടു. കൂട്ടുകാർ പഠനശേഷം വിദേശങ്ങളിൽ ചേക്കേറിയപ്പോഴും മറ്റൊരു സ്ഥലവും അയാളെ അത്രയും ആകർഷിച്ചില്ല. ആഗ്രയിലെ യമുനാ തടമോ ഡൽഹിയിലെ കുത്തബ് മിനാറോ അതോ ഇന്ദ്രപ്രസ്ഥമോ എന്താണെന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു ആകർഷണം ഡൽഹിയിൽ അയാളുടെ ഇഷ്ടങ്ങളിലൊന്നാക്കി. ഇപ്പോൾ ഇവ പ്രിയയും ആ ലിസ്റ്റിൽ ഇടം പിടിച്ചു. ദൂതന്മാരില്ലാത്ത പ്രണയത്തിന്റെ എല്ലാ ഭംഗിയോടും കൂടി നീലേഷ് അവളെ മനസ്സുകൊണ്ട് സ്വന്തമാക്കി. അവളുടെ വീട്ടിൽ വിവാഹാലോചന പ്രകൃതിയായി നടക്കുന്നു. ഇതുവരെയും എടുത്തു പറയത്തക്ക ജോലി ലഭിക്കാതെ എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും അവന്റെ കാര്യം എന്ന ചിന്തയാണ് അവരെ രണ്ടാളെയും വിഷമിപ്പിക്കുന്നത്. ഒടുവിൽ ഒരു പ്രാദേശിക പത്രത്തിന്റെ എഡിറ്ററാകാൻ നീലേഷ് തീരുമാനിച്ചു. ജോലിയിൽ പ്രവേശിച്ച ശേഷം ധൈര്യമായി പ്രിയയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സഹോദരിയെ വിടാമല്ലോ എന്നതായിരുന്നു അവരുടെ